ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഇലാസ്റ്റിക് എങ്ങനെയാണ് പാൻറ്റിലേക്കൊക്കെ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോയാണ്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഇലാസ്റ്റിക്കിൻ്റെ പോയിന്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇലാസ്റ്റിക് വേണേ, അതിൻ്റെ വിഡ്ത്ത് ഇതിനുള്ളിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളതൊന്ന് ചെക്ക് ചെയ്തോണേ. ഇനി നമ്മളിത് ഫുൾ അങ്ങ് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇലാസ്റ്റിക്കിന് എത്രയാണോ വിഡ്ത്ത് ഉള്ളത് ആ വിഡ്ത്താണ് നമ്മൾ ഇതിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 1.5 ഇഞ്ചുള്ള വിഡ്ത്തുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ എത്രയാണോ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടെ കൂട്ടി ആണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം പോക്കറ്റിൻ്റെ ഭാഗം ഇത് കണ്ടോ, ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ള ഭാഗം വരുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ പോക്കറ്റൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പാൻറ്റിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കോണേ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ വീഡിയോസും തന്നെ ഇടുന്നത്. ബിഗിനേഴ്സായിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ അളവുകളും പറയുന്നത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനുശേഷം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ വിഡ്ത്തിൽ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതറിയത്തില്ലാത്തവർക്ക് ആദ്യമേ തന്നെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ബിഗിനേഴ്സ് അങ്ങനെ ചെയ്താൽ മതിയേ. ഇവിടെ നമ്മളൊരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ഓപ്പൺ ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് അങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഒരേ വിഡ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. പോക്കറ്റൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ പൊക്കോളും. അപ്പോൾ ഫോൾഡിങ്ങിനകത്ത് പൊക്കോളും. അപ്പോൾ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കിട്ടുവേ. ഇനി നമ്മൾ ഈ ഒരു സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഹോള് കൊടുത്തില്ലേ അതിലേക്ക് ഇലാസ്റ്റിക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫുൾ ഇങ്ങനെ നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഇലാസ്റ്റിക് അകത്ത് കിടന്ന് തിരിയോ മറിയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഒരേ ലെവലിലാണ് ഇതുപോലെ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒരേ രീതിയിൽ ഒരേ ലെവലിലാണ് ഇതിനകത്ത് ഇങ്ങനെ നമ്മളുടെ ഈ ഇലാസ്റ്റിക് പോവേണ്ടത്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഒരേ ഡയറക്ഷനിലാണോ ഇത് കിടക്കുന്നതെന്നുള്ളത് നോക്കേണ്ടത്. അതിനുശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളൊരു 3-5 പ്രാവശ്യം നന്നായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ആ സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് എല്ലാം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ ആയ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത്ര ഒരല്പമേ ഉള്ളൂ, പക്ഷേ അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെയും നമ്മൾ 2 ടൈംസ് ആണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരാനായിട്ട് മറക്കരുതേ. ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതാ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈക്വൽ ആക്കി കൊടുക്കണേ. നമ്മളുടെ ഇലാസ്റ്റിക്കിനെയും ആ ക്ലോത്തിൻ്റെ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന ഭാഗങ്ങളെയും ഒരുപോലെ ആക്കിയതിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ നീഡിൽ കുത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മാക്സിമം എത്രയും നമുക്ക് വലിക്കാൻ പറ്റുമോ അതുപോലെ ഇതുകൊണ്ട് 2 കൈ കൊണ്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ മാക്സിമം ഇങ്ങനെ വലിക്കുക. അത് എത്ര വലിയുന്നോ അത്രയും വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് വഴി നമ്മൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാതെ നല്ല വൃത്തിക്ക് അവിടെ കിട്ടുവേ. അപ്പോൾ സാധാ തയ്യൽ മെഷീൻ ആണെങ്കിൽ നമ്മൾ നല്ല മാക്സിമം നമ്മളുടെ എഫേർട്ട് എടുത്താണ് അത് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ വലിക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരിക. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.